ഇരട്ടക്കൊലക്കേസ് സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന 48 മണിക്കൂർ നിരാഹാര സമരം തുടരുകയാണ്. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. മനു ഭരത് ചേരുന്നു. മനു, ഈ പെരിയ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമരരംഗത്തുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം പിന്തുണയുമായി എത്തുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? കാസർഗോഡ് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ നേതൃത്വം നൽകുന്ന 48 മണിക്കൂർ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്ന് കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനാണ് ഇന്ന് യോഗത്തിലെത്തിയിരിക്കുന്നത്. ഇതിന് അല്പം മുൻപ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഫോൺ സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. രമേശ് ചെന്നിത്തല ഫോൺ സന്ദേശത്തിലൂടെ ഈ സമരപ്പന്തലിൽ അറിയിച്ച് യാതൊരു തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കും ഇല്ല, CBI എന്ന ആവിഷ്ണത്തിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ UDFും അതുപോലെ തന്നെ കോൺഗ്രസും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം തൻ്റെ ഫോൺ സന്ദേശത്തിലൂടെ ഈ സമരപ്പന്തലിലുള്ള പ്രവർത്തകരോട് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയും സമാനമായ രീതിയിൽ അക്രമ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്, അതിനെതിരെ ശക്തമായ പ്രതിഷേധം, ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഇത് കോൺഗ്രസിനെ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളെയും ഒരേപോലെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വലിയ പ്രതികരണമാണ് ഇന്ന് ഈ രണ്ടാം ദിവസം ഈ ഹക്കീം കുന്നിൽ നേതൃത്വം നൽകുന്ന നിരാഹാര സമരത്തിന് ലഭിക്കുന്നത്. ഇന്ന് അല്പസമയത്തിനകം കെ സുധാകരൻ ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതേസമയം തന്നെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. പുതിയ അന്വേഷണ സംഘത്തിന് രണ്ടായി പിരിഞ്ഞ് ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും തുടരന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന് നിരാഹാര സമരം DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ പെരിയയിൽ പുരോഗമിക്കുന്നു.